ജ്വല്ലറിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു പാലക്കമാലയുണ്ട്, നാഗപടമാലയുണ്ട്, മുല്ലമുട്ടുമാലയുണ്ട്, കാശുമാലയുണ്ട്. യെസ്, അതുപോലെ തന്നെ ലക്ഷ്മി മാലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആന്റി കളക്ഷൻസ് അല്ലേ? അല്ല, ആന്റി കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ചെട്ടിനാട് ഡിസൈനിൽ വരുന്നതായ ഒരു ലക്ഷ്മി മാലയാണ്. ഒരു വലിയ ലോക്കറ്റോട് കൂടിയിട്ടുള്ളതായ, എന്നാൽ ലക്ഷ്മി ദേവിയുടെ ഒരു ചിത്രമാലേഖനം ചെയ്തിട്ടുള്ളതായ ഡൈ വെച്ച ലോക്കറ്റുകളാണ് ഇതുപോലെ സൈഡിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോട്ട സ്റ്റോൺ ഇതുമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കണ്ണികളുടെയും മുകളിൽ പോട്ട സ്റ്റോൺ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അതിന്റെ താഴേക്ക് ചെറിയ ബോൾസ് അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതായ ലെയർമാല പോലെയുള്ളതായ ചെറിയ ബോൾസ് എന്ന് പറയുന്നത് എല്ലാ ജ്വല്ലറീസിലും നമ്മൾ മോസ്റ്റ്ലി കണ്ടുവരുന്ന ഒരു ഡിസൈനാണ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ പാറ്റേണിൽ നമുക്ക് അതിന്റെ റൂബിയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത്രയും റേറ്റ് കോസ്റ്റ്ലി കുറയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതായ ഒരു മുത്താണ് പോട്ട സ്റ്റോൺ എന്ന് പറയുന്നത്. നമുക്ക് കാഴ്ചയിൽ തന്നെ റൂബിയായിട്ട് തോന്നും, പക്ഷേ റിയൽ റൂബി അല്ല. നല്ല ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പോട്ട സ്റ്റോണിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ലെയർ മാലകളിൽ വരുന്നതായ ഒരു ബോൾസാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ലെയർ മാലയിലും ഈ പയറ് പോലെയുള്ളതായ ചെറിയ ചെറിയ മുത്ത് അതുമേ അടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റ് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഷോ ചെയിനാണിത്. ഫസ്റ്റ് മാലയല്ല, നെക്ലസ് അല്ല, അതിൻ്റെ താഴേക്ക് വരുന്നതായ രണ്ടാമത്തെ മാലയായിട്ട് യൂസ് ചെയ്യുന്നൊരു മാലയാണ് ഈ മാല. ഇതിൻ്റെ താഴെ നമുക്ക് കാണാം വലിയൊരു ലക്ഷ്മി ദേവിയുടെ രൂപം ചെയ്തതായ ഒരു ലോക്കറ്റ് ഇതിൻ്റെ താഴെയുണ്ട്. അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെറിയ മുത്തുകൾ ഇങ്ങനെ അത് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു ഷോ ചെയിൻ ആണ്. അതും അല്ലാണ്ട് നമ്മുടെ വെഡ്ഡിങ്സിനൊക്കെ സെക്കൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഹെവി ലുക്കും തരും. അത്യാവശ്യം ഇത് എത്ര പവനുണ്ട്? ഏകദേശം ഒരു 6 പവൻ വെയിറ്റ് ഉണ്ട്. 6 പവനുണ്ട്. സോ അപ്പോൾ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻസ് മാരേജിനൊക്കെ അടുക്കുന്നവർക്ക് മാക്സിമം നമുക്കൊരു 2 പീസസ് ആണ് ഇടാൻ. സെക്കൻഡ് പീസായിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്. യെസ്. ഓക്കെ, ഏകദേശം ഒരു 4.5 പവൻ ഗോൾഡ് വെയിറ്റ് വരുന്നതായ ഒരു വലിയ ലോക്കറ്റോട് കൂടിയതായ ഒരു മാലയാണ്. ഇതും ഒരു സെക്കൻഡ് മാലയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഒരു ലക്ഷ്മി ദേവിയുടെ രൂപം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ റിയൽ റൂബി സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട മാലയിൽ എന്ന് പറയുന്നത് റൂബി സ്റ്റോൺ അല്ല, പോട്ട സ്റ്റോൺ ആണ്. ഇത് റിയൽ റൂബിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേജർ ഭാഗവും 2 ലെയറിലുള്ളതായ ചെറിയ മുത്തുകൾ വെച്ചിട്ട് ഒരു മാല ചെയ്തിരിക്കുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഡംബൽസാണ് വന്നുകൊണ്ടിരുന്നത്, പ്ലെയിൻ ബോളാണ്. എന്നാൽ ഇതിനകത്തെല്ലാം ഈ ബോൾസിലെല്ലാം ഡിസൈൻ ഉണ്ട്. ഇടയ്ക്ക് വരുന്നതായ ചെറിയ ലോക്കറ്റ്, ഒരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നതായ ലോക്കറ്റ് ഉണ്ട്. താഴേക്ക് വരുന്ന ഭാഗത്തിൽ ചെറിയൊരു ആൻറ്റിക് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡിഷ് കളർ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഭംഗിയുള്ള ഈ മാലയ്ക്ക് ഏകദേശം ഒരു 4 പവനോളം വെയിറ്റാണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് റിയൽ റൂബി യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് സെക്കൻഡായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ജ്വല്ലറി മേളിലുണ്ടെങ്കിൽ അതിന് സെക്കൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ്. വെഡ്ഡിങ്സിന് മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ്. അല്ലാതെ തന്നെ ആൻറ്റി കളക്ഷൻസ് ലൈക്ക് ആൻറ്റി കളക്ഷൻസും മോസ്റ്റ്ലി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും ആസ് യൂഷ്വൽ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ആൻറ്റി കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്,
ചെട്ടിനാട് ലൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, ഇത് എത്ര പവനുണ്ട്? എത്ര ഏകദേശം ഒരു എമൗണ്ട്? 4 പവനോളം വെയിറ്റ് ഏകദേശം വരും. 4 പവൻ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കറിയാം ഒരു 1.5 ലക്ഷം രൂപ മിനിസായിട്ട് വരും അതിന്റെ എമൗണ്ട്. പക്ഷെ നമ്മൾ ഒരു ഹെവി ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഹെവി ഫീൽ. അറ്റ് ദ സെയിം ടൈം സിമ്പിൾ ആണോ എന്ന് വെച്ചാൽ സിമ്പിളും ആണ്. രണ്ട് പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 നെക്ലസ് ആണ് നമ്മൾ. നെക്ലസ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഷോ ചെയിൻ എന്ന് പറയാം. ഷോ ചെയിനാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഓക്കെ, ആസ് യൂഷ്വൽ താങ്ക് യു സോ മച്ച്. ഇത് പറയേണ്ട ആവശ്യമില്ല. സോ നമുക്ക് വീണ്ടും പുതിയതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയിൻസുമായിട്ടും കുറേ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവരും എപ്പോഴും പറയാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.